ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. 3 ദിവസത്തെ സെൽ ഓഫിന് ശേഷം നമ്മളിന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ റാലി ചെയ്തിരിക്കുകയാണ്. ചിപ്പ് സ്റ്റോക്കുകളാണ് ഇന്നലെ വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. NVIDIA, AMD, അതുപോലെ തന്നെ തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി, ഇതുപോലെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ചിപ്പ് കമ്പനികളും അമേരിക്കയിൽ നിന്ന് മുന്നേറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ് ഓൾ ടൈം റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ടെക്നോളജി റാലിയാണ് അമേരിക്കയിൽ വീണ്ടും മാർക്കറ്റിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ S&P 500 14.13 ഇന്നലെ ക്ലോസ് ചെയ്തത്. മിനിഞ്ഞാന്നത് ക്ലോസ് ചെയ്ത് 14.79 ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു, മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിരുന്നു. നമ്മളും ഇന്നലെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 21,285.55 ലോ വന്നതിന് ശേഷമാണ് 21,462.25 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് $221.6 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $225.5 പെർ ഔൺസിനാണ്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്ത് $79 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു, പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാനിലത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. ജാപ്പനീസ് മാർക്കറ്റിൽ നിന്ന് അറൗണ്ട് 550 പോയിൻറ്റ്സ് ബെറ്റർ ആണ് മോർണിംഗിൽ. ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റ് ജപ്പാൻ്റെ ഇൻഡെക്സ്, മേജർ ഇൻഡെക്സ് നിക്കായ് 225 36,245 34 വർഷത്തെ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് ആ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ജാപ്പനീസ് മാർക്കറ്റിലുള്ളത്. അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകളിൽ വരുന്നതെല്ലാം തന്നെ മിക്സഡ് ട്രെൻഡ് ആണ്. ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകളിൽ ഏറ്റവും ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ്. നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. അടുത്ത മാസങ്ങളിൽ $2,000 പെർ ഷെയർ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇതിൻ്റെ റിസൾട്ട് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന കമ്പനികളുടെ, അതുപോലെ തന്നെ പോളിക്യാബിൻ്റെ റിസൾട്ടും ബെറ്റർ റിസൾട്ടാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് നല്ല റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാൻ പോകുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ അതർ മിനറൽസ് മൈനിങ്ങിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. ഗവൺമെൻറ് ധാരാളം മിനറൽസ് ഓപ്ഷന് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ കോൾ ഇന്ത്യയുടെ മേജർ മൈനിങ് കോളാണ്. കോളിൽ നിന്ന് മാറി മറ്റ് മിനറൽസിലേക്ക് കടക്കുകയാണ്. ഒപ്പം പവർ ജനറേഷനിലേക്കും കൂടി എൻട്രി ചെയ്യാണ്. അപ്പോൾ കോൾ ഇന്ത്യനെ സംബന്ധിച്ച് ലോങ് ടൈം പോസിറ്റീവാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്നലെ നല്ല റിസൾട്ടാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫർദർ മുന്നേറാനുള്ള ചാൻസസ് ആണ്. കാരണം പുതിയ CEO ചാർജ് എടുത്തിരിക്കുന്ന ആൾ വളരെ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോഴത്തെ ലെവലിൽ 40-45 റേഞ്ചിലേക്കൊക്കെ അടുത്ത മാസങ്ങളിൽ മുന്നേറാനുള്ള ചാൻസസ് കൂടുതലാണ്. അശോക് ലൈലന് 1225 വൈക്കിംഗ് ബസ്സസിൻ്റെ ഓർഡർ കിട്ടിയിരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഏപ്രിൽ 2024 സപ്ലൈ ഉണ്ടെന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ ആണ് വരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. വെൽസ്പൺ കോർപ്പിൻ്റെ എപ്പിക് സബ്സിഡിയറി ഉണ്ട്. ഈസ്റ്റ് പൈപ്സ് ഇൻ്റഗ്രേറ്റഡ് കമ്പനി എന്ന് പറഞ്ഞ എപ്പിക് എന്ന് പറയുന്ന കമ്പനിക്ക് 3000 കോടി രൂപ ഓർഡർ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്നത് പോസിറ്റീവ് ന്യൂസാണ്. സ്റ്റീൽ പൈപ്സ് രംഗത്ത് വളരെയധികം എക്സ്പോർട്ട് ഓർഡേഴ്സ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ് വെൽസ്പൺ കോർപ്പ്. ആർത്തി ഇൻഡസ്ട്രീസിന് 6000 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നീഷ് സ്പെഷ്യാലിറ്റി കെമിക്കൽസിനാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നാണ്. 4 വർഷത്തേക്കാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ആർട്ടി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച്. പൂനാവാല Q3 റിസൾട്ട് എക്സലൻറ്റ് റിസൾട്ടാണ്. പൂനാവാല നമ്മുടെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. 500 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഫർദർ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി BSEയിലുള്ളൊരു SME സെഗ്മെൻറ്റിലുള്ള റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്ക് ഉണ്ട്. കോസ്മിക് CRF ആണ്. അപ്പർ സീലിംഗിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റോക്കാണ്. റിസ്ക് എടുത്ത് SME സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്റ്റോക്കാണ്. 400 ഇതിൻ്റെ മാർക്കറ്റിലോട്ട് വരുന്നത്.
ഇപ്പോൾ ഓവറോൾ മാർക്കറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മിക്സഡ് ആണ്. മെജോറിറ്റി പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ്. അതോടൊപ്പം തന്നെ പുറവങ്കരയുടെ സബ്സിഡിയറികൾ ഭാവിയിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ളൊരു സ്റ്റോക്കാണ് പുറവങ്കര. ഫർദർ മുന്നേറാനുള്ള സാധ്യതകളാണ് അടുത്ത മാസങ്ങളിലൊക്കെ കാണുന്നത്. RECനെ ഗവൺമെൻറ് ഒരു ഓവറോൾ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ആയിട്ട് വെച്ചിരിക്കുകയാണ് റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റുകൾക്ക്. RECനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HDFC ബാങ്ക് സിംഗപ്പൂർ ബാങ്കിങ് ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ ഇമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഏത് തരത്തിലുള്ള ബാങ്കിങ് ലൈസൻസ് ആണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും HDFC ബാങ്ക് ഫർദർ വലിയ രീതിയിൽ താഴെ പോകാനുള്ള ചാൻസസ് കുറവാണ്. ഒരു കാര്യം മറക്കണ്ട, ഏറ്റവും കൂടുതൽ ഷോർട്ട് പൊസിഷൻ ഉള്ളത് 1500 സ്ട്രൈക്ക് കോൾ ഓപ്ഷനിലാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ മാസത്തിൽ 1500 മുകളിലൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കുറവായല്ലേ. 1550 റേഞ്ചിലേക്കൊക്കെ ഉയരാനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് HDFC ബാങ്ക് ബൈ ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓവറോൾ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പം കണക്കാക്കാവുന്ന ഇന്നലെ വന്നിട്ട് ലോ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 21,000 ലെവലിലൊക്കെ വരെ വേസ്റ്റ് സിനാരിയോകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ വേഴ്സൺ ചെയ്യുകയാണെങ്കിൽ. അല്ലാത്ത പക്ഷം 21,800 റേഞ്ചിലൊക്കെ നിഫ്റ്റി ഈ കോൺട്രാക്ട് സീരീസിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതകൾ കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിലാണ് സെൽ ഓഫ് നടത്തുന്നത്. സാധാരണ ഡേ ട്രേഡേഴ്സിനെ പോലെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെരുമാറുന്നത്. വലിയ രീതിയിലുള്ള ഷോർട്ട് പൊസിഷനാണ് അവർ ലോങ് പൊസിഷൻ ലിക്വിഡേറ്റ് ചെയ്ത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 1 വോട്ട് ഓൺ അക്കൗണ്ട് വരുന്നതിന് മുമ്പ് മാർക്കറ്റ് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. മേജർ ഒരു നെഗറ്റീവ് ഫാക്ടർ ഗ്ലോബലി ഉള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. വലിയ രീതിയിൽ അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.